ഹലോ. നമ്മുടെ കേരളത്തിലെ പാട്ടുകാരുടെ ഇടയിൽ ആദ്യമേ പ്രത്യക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് കോഴിക്കോട് അബ്ദുൽ ഖാദർ. നാളിതുവരെ ഇത്രയും ശബ്ദ ഗാംഭീര്യമുള്ള മറ്റൊരു പാട്ടുകാരൻ നമുക്ക് ഉണ്ടായിട്ടില്ല. ഇദ്ദേഹം ജനിച്ചത് ഒരു കത്തോലിക്ക കുടുംബത്തിലാണ്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ജെ ആൻഡ്രൂസ് എന്നായിരുന്നു. അദ്ദേഹം ഒരു സ്വർണ്ണ വ്യാപാരിയായിരുന്നു. നമ്മുടെ ഈ അബ്ദുൽ ഖാദറുടെ ചെറുപ്പത്തിലെ പേര് ലെസ്ലി ആൻഡ്രൂസ് എന്നായിരുന്നു. ഈ കൊച്ചൻ പള്ളിക്കൂടത്തിൽ കയറത്തില്ലായിരുന്നു. കടത്തണ്ടകളിലും തെരുവിലുമൊക്കെ ഇരുന്ന് പാട്ട് പാടുകയായിരുന്നു അവൻ്റെ വിനോദം. ഇവനെ ഇതിൽ നിന്നും പറിച്ച് നാട് കടത്തി ഇവനെ നന്നാക്കണം എന്ന് അച്ഛൻ തീരുമാനിച്ചു. ഇവരുടെ ഒരു അടുത്ത ബന്ധു ബർമായിൽ ഉണ്ടായിരുന്നു, റംഗൂൺ. അവിടെ ഇവനെ അയച്ചു. അവിടെ പള്ളിക്കൂടത്തിൽ ചേർത്തു. പക്ഷേ ഇവൻ പള്ളിക്കൂടത്തിൽ കയറത്തില്ല. അവിടെ കടത്തിണ്ണകളിലും ക്ലബ്ബുകളിലും പോയി പാട്ട് തുടങ്ങി. അങ്ങനെ ഒരു തെരുവിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു മലയാളി കണ്ടു. ഇവനോട് എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ പോകണം, പൈസ ഇല്ല. അപ്പോൾ ഈ മലയാളി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ അടുത്തൊരു ജമായത്തുണ്ട്, നീ അവിടെ പോയി അവിടുത്തെ ഇമാമിനെ കാണുക, വിവരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ നിന്നെ സഹായിച്ചേക്കും. ഈ കൊച്ചൻ നേരെ മോസ്കിൻ്റെ അടുത്തേക്ക് പോയി അവിടുത്തെ ആൾക്കാരെ കണ്ടു, വിവരം ധരിപ്പിച്ചു. ഈ മോസ്കിൻ്റെ ആൾക്കാർ ഇവനെ ഒരു ആഴ്ച കൊണ്ടോ മറ്റോ ഒരു മുസൽമാനായി പരിണാമപ്പെടുത്തി അവൻ്റെ പുതിയ പേര് അബ്ദുൽ ഖാദർ എന്നാക്കി ഈ ബോട്ടിനുള്ള പൈസയും പോക്കറ്റ് മണിയും ഒക്കെ കൊടുത്ത് ഇവനെ കോഴിക്കോട്ടേക്ക് തിരിച്ചു വന്നു. കോഴിക്കോട്ട് തിരിച്ചു വന്നപ്പോൾ ഇവനെ വീട്ടിൽ അച്ഛൻ കയറ്റത്തില്ല. പക്ഷേ ഇവൻ പട്ടിണി കിടന്ന് മരിക്കണ്ട എന്ന് വിചാരിച്ച് അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഇവനെ ഭക്ഷണം കഴിക്കാനുള്ള ഇടപാടുകളൊക്കെ ചെയ്തു. അങ്ങനെ അവിടെ ചില ക്ലബ്ബുകളിലൊക്കെ ഇവൻ പാടി ലോക്കലായിട്ട് പ്രശസ്തനായി. അങ്ങനെ ഒരു ക്ലബിൻ്റെ ഒരു ഗാനമേള, ബോംബെയിൽ ഗാനമേളയ്ക്ക് പോയപ്പോൾ ബിബൽ റോയ് എന്ന് പറയുന്ന പ്രശസ്തനായ മൂവി ഡയറക്ടർ ഫ്രം ഹിന്ദി ഫിലിംസ് ഇവൻ്റെ ശബ്ദം ശ്രദ്ധിച്ചു. അവന് ഹിന്ദി ഫിലിംസിൽ ചാൻസ് കൊടുക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ്റെ ഒരു കുഞ്ഞിന് അസുഖമായതുകൊണ്ട് ആ ക്ഷണം സ്വീകരിക്കാതെ അവൻ നാട്ടിലേക്ക് മടങ്ങി. അതിനുശേഷം ഇവൻ്റെ സ്വരം ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ദക്ഷിണാമൂർത്തി സ്വാമികൾ അന്ന് നവലോകം എന്ന പടത്തിൻ്റെ സംഗീത സംവിധാനം ചെയ്യുകയായിരുന്നു. നവലോകത്തിൽ 3 പാട്ടും മറ്റേ പാടിച്ചു. അതിനുശേഷം കുറേ ഏറെ ചിത്രങ്ങളിൽ പാടി. കേരളത്തിൻ്റെ സൈഗാൾ എന്നറിയപ്പെടുന്ന കോഴിക്കോട് അബ്ദുൽ ഖാദറിൻ്റെ ഒരു ബാല്യകാല ചരിത്രത്തിൻ്റെ ഒരു ചെറിയ അംശമാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചത്.